ആദിത്യധറിൻ്റെ ദുരന്തർ പാർട്ട് 1 ഒരു വലിയ വിജയമായിരുന്നു. തിയേറ്ററിലാണെങ്കിലും അതുപോലെ OTT-യിലാണെങ്കിലും വലിയൊരു ഫാൻ ബേസിനെ സൃഷ്ടിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഞാനതിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കതിലെ പ്രൊപ്പഗൻഡ പരിപാടി അങ്ങോട്ട് വർക്കായിട്ടില്ല, അത് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. അത് എടുത്ത് പറയുകയും ചെയ്തു. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി നോക്കുമ്പോൾ രസമായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു അനുഭവമാണ് എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ ഫീൽ ചെയ്തത്. മാത്രമല്ല അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വയലൻ്റ് ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതങ്ങനെ കിട്ടിയില്ല. എനിക്ക് അത്യാവശ്യം വലിച്ചിലോ അഴിച്ചിലൊക്കെ തോന്നിയ ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പൊളിറ്റിക്സ് കുത്തി നിറയ്ക്കുക, അതിൽ തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ തോന്നുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സെക്കൻഡ് പാർട്ട് റിലീസായി, തിയേറ്ററിൽ പോയി കണ്ടു. പെയ്ഡ് പ്രിവ്യൂസിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവർ ഈ ഷോ വെച്ചിട്ടുള്ളത്. എല്ലാവരും ടിക്കറ്റിന് പൈസ കൊടുത്തിട്ട് പ്രിവ്യൂ ഷോ കാണുക എന്ന് പറയുന്നൊരു പരിപാടിയാണല്ലോ. എന്തായാലും അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടു. മലയാളവും തമിഴും ബുക്ക് ചെയ്ത 5 മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാവരും സങ്കടപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. കാരണം ഷോ നടന്നിട്ടില്ല പല സ്ഥലങ്ങളിലും. അതിൻ്റെ എന്തോ കീ വരാൻ ലേറ്റായി, അങ്ങനെ എന്തോ കോംപ്ലിക്കേഷനാണ്. എന്തായാലും ഹിന്ദി തിയേറ്ററിലുണ്ടായിരുന്നു. തുടങ്ങാൻ ഒരു പൊടിക്ക് ലേറ്റായി, പക്ഷേ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് സബ് ടൈറ്റിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടും ഒരു പ്രചാരണം ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഏരീസ് പ്ലക്സിൽ OD1 ഇരുന്നിട്ടാണ് കണ്ടത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ സിനിമ കാണാൻ പറ്റി. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു, ഹിന്ദിയാണ് കണ്ടത്. നിറഞ്ഞ സദസ്സിലിരുന്നാണ് സിനിമ കണ്ടത്. സിനിമ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താ അറിയോ, എല്ലാവരും അങ്ങ് കയ്യടിയാണ്. അതായത് ഏറ്റവും ആദ്യം ജിയോയുടെ ലോഗോ കാണിക്കും, മുടിഞ്ഞ കയ്യടി. T-Series വരുന്നു, വീണ്ടും കയ്യടി. ഹോട്ട്സ്റ്റാറിൻ്റെ ലോഗോ വരുന്നു, അതിനും കയ്യടി. ഞാൻ ഈ ഹോട്ട്സ്റ്റാറിനും ജിയോയ്ക്കും ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. സിനിമയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കുറച്ചും കൂടി ഇമോഷണൽ കണക്റ്റ് ആയിട്ടുള്ള രംഗങ്ങളുള്ളത് ഈ സിനിമയിലാണെന്ന് തോന്നി. കുറച്ച് കോമഡി കൂടുതലുള്ളതും ഈ സിനിമയിലാണ്. കാരണം അത്രയും നേരം നമ്മളിങ്ങനെ പയ്യെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ വിളിച്ച് പറയും എന്ന് പറയുന്ന രീതിയിൽ തുറന്ന് പറയുന്നതിൻ്റേതായിട്ടുള്ള ചില ചിരി അലകൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഫസ്റ്റ് പാർട്ടിനേക്കാൾ കുറച്ചും കൂടി ഒരു ഇമോഷണൽ ഡെപ്തൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് രംഗങ്ങൾ, പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ. അത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു സ്പൈ വർക്കെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിക്കാലമുള്ള എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനുണ്ടാവും. പിന്നെ ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ ദുരന്തറിൻ്റെ ബാക്കി പത്രമാണ്. മറ്റൊരു പോസിറ്റീവ് സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ആണ്. വളരെ നോൺ ലീനിയറായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ചാപ്റ്ററായിട്ട് തിരിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന എൻഗേജിങ് ഫാക്ടർ നിലനിർത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ ഉള്ളത് അറിയാം. അത് ഇവിടെ തുടരുന്ന സമയത്തും എനിക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് പാർട്ട് കാണാതെ സെക്കൻഡ് പാർട്ടിന് പോകരുത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണേൽ കുറച്ച് നോട്ട്സ് എഴുതി വെച്ചു, ഇവരൊക്കെ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്, ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവരെന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഏതൊക്കെ സമയത്താണ് നമ്മൾ ആരുടെയൊക്കെ കൂടെയാണ് നിൽക്കുന്നത്, തിരിയുന്ന മറിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിലേ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഫസ്റ്റ് പാർട്ടിൽ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സമയം എടുത്തപ്പോൾ ഇവിടെ നേരെ പരിപാടിയാണ്. അപ്പോൾ ആ മിക്സിംഗ് പരിപാടിയിലും ഇവർക്ക് കൃത്യമായിട്ട് നമ്മളെ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ വിജയമാണ്. രണ്ടാമത്തെ കാര്യം പെർഫോമൻസുകളാണ്. ഫസ്റ്റ് പാർട്ടിലുള്ളതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് കുറച്ചും കൂടി രൺവീർ സിങ്ങിനെ ഒരു മാസ് ഫിഗറിലേക്ക് വരുന്നത് അങ്ങനെയാണ്. സെക്കൻഡ് പാർട്ടിലാണ് ശരിക്കും പുള്ളി ഇങ്ങനെ സടകുടഞ്ഞ് എണീക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം വരുന്നത്. പുള്ളി ഭയങ്കര സംഭവമായിട്ട് മാറുന്നു, ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിനെ തന്നെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ വളരുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴാണല്ലോ ആ പറയുന്ന ക്യാമറ ആംഗിളുകളും പരിപാടികളും ഒക്കെ സംഭവിക്കുക. അങ്ങനെ മൊത്തത്തിൽ കുറച്ചും കൂടി ഒരു പവർഫുൾ ക്യാരക്ടർ ഫിഗറിലേക്ക് രൺവീറിനെ കൊണ്ടുവന്നതായിട്ട് തോന്നി. അത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയത്. മ്യൂസിക് ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു തമ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി, ഒരു പഞ്ച് ഉണ്ടായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ സിനിമയെ ഭയങ്കര ചാർജാക്കി നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഇതിൻ്റെ മ്യൂസിക്കിനുണ്ട്. മ്യൂസിക് മാത്രമല്ല, മൊത്തം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ വിഷ്വൽസ്. നമ്മളൊരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ വിഷ്വൽ പരിപാടികൾ, പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനിലെ ചില എന്നുവെച്ചാൽ ക്ലൈമാക്സിനോട് അടുത്തൊക്കെ വരുമ്പോഴുള്ള ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അവർ കൊണ്ടുവരുന്ന ആയുധങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു മൊത്തം വിഷ്വൽ പരിപാടികളൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസ് ഫീൽ നമ്മൾ ഹോളിവുഡിൽ നിന്നൊക്കെ വരുന്ന പല സിനിമകളും കാണുമ്പോൾ കമാൻഡോ ഓപ്പറേഷൻസ് ഒക്കെ ഉള്ള ചില സിനിമകളുണ്ട്, ഒരു വാർ സോണിൽ പെട്ടുപോകുന്ന കുറേ ആളുകളുടെയൊക്കെ. അങ്ങനത്തെ സിനിമകൾ കാണുന്ന സമയത്ത് എപ്പോഴും ഒന്നും വെടിവെപ്പ് ഉണ്ടാവില്ല, പക്ഷേ ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭീകരത ഉണ്ടെന്ന് പറയില്ലേ, ആ രീതിയിൽ ഇതിൻ്റെ വിഷ്വൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് കഥ. അതായത് ഇന്ത്യ ഭരിച്ചിരുന്നത് തീവ്രവാദികൾ ഫണ്ട് ചെയ്തിട്ടുള്ള പാർട്ടിയായിരുന്നു. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് തീവ്രവാദികൾ ഫണ്ടൊഴുക്കിക്കൊണ്ടേയിരുന്നു, NGOകൾക്ക് തീവ്രവാദികൾ ഫണ്ടൊഴുക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ രാജ്യത്തിന് മുഴുവൻ ഇങ്ങനെ നശിപ്പിച്ച് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു തീവ്രവാദികൾ. അതായത് BJP ഭരിക്കാൻ വരുന്നത് വരെ ഇവിടെ എല്ലാ കാര്യങ്ങളും BJP ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. NGOകൾക്ക് നേരെ നടന്നിട്ടുള്ള, പത്രപ്രവർത്തകർക്ക് നേരെ നടന്നിട്ടുള്ള, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തീവ്രവാദികൾ ഇരുന്നിട്ട്, തീവ്രവാദത്തിനെ
സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വട്ടം കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. നീയല്ലേ പറഞ്ഞത് നിങ്ങളുടെ ആളുകൾ ഭരണത്തിൽ വരുമെന്ന്, എന്നിട്ട് ഈ ചായക്കടക്കാരൻ വന്നല്ലോ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിക്കുന്നത് തന്നെ കേട്ടോ ഞാൻ പറയുന്നത്. ചായ്വാല എന്നുള്ളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചായ്വാല ഭരണത്തിൽ വരുന്നത് അറിഞ്ഞിട്ട് ആ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ കണ്ടിട്ട് തീവ്രവാദികൾ ഉൾക്കിടിലം കൊള്ളുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തീവ്രവാദി ബന്ധം. അങ്ങനെ തീവ്രവാദി കോൺഗ്രസ് ഭരിച്ച് നശിപ്പിച്ച് ഈ രാജ്യത്തിൽ BJP അധികാരത്തിൽ വന്നു, എല്ലാം ശരിയായി. അതിൻ്റെ കൂടെ ഇതുവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, ജനങ്ങളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നല്ലോണം വെള്ളം പൂശിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആ രംഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിലെ ആ ഒരു പ്രൊപ്പഗാൻഡ സ്വഭാവം കുറച്ചും കൂടി മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ സിനിമ മുൻ സിനിമയേക്കാൾ കൂടുതൽ എന്താണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അത്രയും നാൾ തീവ്രവാദികളായിട്ട് തീവ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ നരേന്ദ്രമോദിയെ TV-യിൽ കാണുന്ന സമയത്ത് തീവ്ര പരവേശത്തോടു കൂടി ശ്വാസം മുട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കൈയടിപ്പിക്കാനുള്ളതുണ്ട്. ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, കാരണം സിനിമ ഏതാണ്ട് 4 മണിക്കൂർ കിടക്കുകയാണ്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മളെ കൈയടിപ്പിക്കാനുള്ള എലമെൻറ്റുകൾ അവരിട്ടിട്ടുണ്ട്. അതെനിക്ക് വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. അതായത് ജെനുവിൻലി നമുക്ക് കൈയടിക്കാനുള്ള സാധനങ്ങളുണ്ട്. അത് പെട്ടെന്ന് കാണുമ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവും. എന്നാൽ അതേസമയം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് കോമഡി ആയിട്ട് തോന്നിയത്, നമ്മൾ തിരിച്ചടിക്കാത്ത കാലം മുഴുവൻ മറ്റേ തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്ലാനിങ്ങാണ്. അവരുടെ പ്ലാനൊക്കെ സ്പോട്ട് ഓൺ ആയിരിക്കും, എല്ലാം നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിക്കാൻ തുടങ്ങുമല്ലോ. തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് പ്ലാനില്ല. അത് അത്രയും നേരം എന്ത് ചെയ്യുന്നതിനും ഒരു പ്ലാനൊക്കെ വെച്ച് എല്ലാ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാനും ഇല്ല, ചർച്ചയില്ല, ഒന്നുമില്ല. വെറുതെ ചെന്നിട്ട് മണ്ടത്തരം കാണിക്കുക എന്ന് പറയുന്ന ആ പരിപാടിയാണ് ഇവിടെ തീവ്രവാദികൾ പിന്തുടരുന്നത്. അത് പിന്നൊരു പുതിയ കഥയല്ലാത്തത് കൊണ്ട് നമുക്കതിനെ വിട്ടുകളയാം. പിന്നെ കുറേ ആളുകൾക്ക് തോന്നിയേക്കാം ഇതിൻ്റെ ലെങ്ത് ഒന്ന് ഇച്ചിരി കുറച്ചിരുന്നെങ്കിലും, കാരണം അത്രയും ദൈർഘ്യമുണ്ട് സിനിമ. പക്ഷേ എനിക്ക് ആ ദൈർഘ്യം ഇത്രയൊക്കെ പറയാനുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടും, പിന്നെ ഫസ്റ്റ് പാർട്ട് ഇറക്കി ഇതിനൊരു ഫാൻ ബേസിന് അവർ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ആളുകൾ തിയേറ്ററിൽ ഇരുന്നത് കാണുമെന്നുള്ളത്. അത് വർക്കാവുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, അത് വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മെയിൻ വില്ലനെ നായകന് വേണ്ടിയിട്ട് മിച്ചം വെക്കുന്നു, അവനെ ഇടികൊണ്ട് തോക്കാറാവുന്ന സമയത്ത് തിരിച്ചിടിക്കുന്നു, അങ്ങനെ വില്ലൻ അങ്ങനെ ഒന്ന് എന്നൊക്കെ പറയുന്ന പോലത്തെ ടിപ്പിക്കൽ സാധനങ്ങളെല്ലാം തന്നെ സിനിമയിലുണ്ട്. ചില ഇടങ്ങളിൽ നമുക്കിത് അറിയാവുന്നതുകൊണ്ട്, നമ്മളൊക്കെ എത്ര കാലമായി പടം കാണാൻ തുടങ്ങിയിട്ട്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് പുകഴ്ത്തുകയല്ല, നമ്മളെല്ലാം എത്ര കാലമായി സിനിമ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് 2 ഇടിയൊക്കെ ഇടിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഒന്ന് ലെങ്ത്ത് കുറയ്ക്കാമായിരുന്നു. പിന്നെ അവരുടെ ഇഷ്ടം, അവരുടെ പടം, പിന്നെ അവരുടെ കുറേ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ അകത്തെ ബഡാ സാബ് എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. നല്ല ബഡാ സാബായിരുന്നു. ബഡാ സാബിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ കൊണ്ട് എത്തിക്കുന്നത്, നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളെ ഇങ്ങനെ എത്തിക്കുന്നു. പക്ഷേ അതിന് ലാസ്റ്റ്, അതായത് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ബുദ്ധിശൂന്യതയായിട്ട് തോന്നി. കാരണം ഈ തീവ്ര ചിന്തകളുള്ള തലച്ചോറിൽ, ആ തലച്ചോറ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. പക്ഷെ കൊന്നില്ലെങ്കിലും ഇങ്ങനെ ആക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിശൂന്യതയായിട്ട് തോന്നി. പിന്നെ ഈ സിനിമ അവിടം വരെയൊക്കെ നമ്മൾ കണ്ടെത്തുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന ഒരു ബ്രെയിൻ വാഷ് സെറ്റപ്പിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ അടിപൊളിയാണല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ അത്ര ഗാഢമായിട്ട് തോന്നിയില്ല. നോട്ട് നിരോധനം വെളുപ്പിച്ചത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പാകിസ്ഥാനിൽ നിന്ന് 60,000 കോടി രൂപ വരാനുണ്ട്. ആ കോടികൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ വന്ന് ഇന്ത്യൻ എക്കണോമി തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നോട്ട് നിരോധിച്ചത് എന്നൊക്കെ പറയുന്ന വൻ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ നോട്ട് നിരോധിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ ഇല്ലാണ്ടായിപ്പോയ ബിസിനസ്സുകളുണ്ട്. ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും വരും 2,000 രൂപയ്ക്ക്. നമ്മൾ ജസ്റ്റ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, 2,000 രൂപയുടെ നോട്ടാണ് തരിക. അതിന് നമുക്ക് ചില്ലറ കൊടുക്കാനില്ല, ബാങ്കിൽ ചെന്നാലും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2,000 രൂപ മേടിച്ച് വെച്ചിട്ട് ബാക്കി പിന്നെ അത് 60 രൂപയ്ക്ക് 70 രൂപയ്ക്കും ഭക്ഷണം കഴിക്കുന്ന ആൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥാപനങ്ങൾ, പല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പലതരം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആളുകൾ ചില്ലറ കിട്ടാൻ വേണ്ടി, നോട്ട് കിട്ടാൻ വേണ്ടി, ക്യാഷായിട്ട് കയ്യിൽ വേണം എന്നുള്ളതുകൊണ്ട് ക്യൂ നിന്ന് മരിച്ചു വീണിട്ടുള്ള മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള പ്രഷർ താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുകയും മരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള ബാങ്ക് ജീവനക്കാരുണ്ട്. എത്രയോ കുടുംബങ്ങൾ ആ സമയത്ത് പട്ടിണിയായിട്ടുണ്ടായിരുന്നു. ആ അത്രയും പ്രശ്നങ്ങളും നിങ്ങൾ 60,000 കോടി രൂപയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും, ഞാൻ പറയുന്നത് ജനങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു കാര്യം, അതിന് കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു സിനിമയിലൂടെ പറയുകയാണ് ശരിക്കും ഇതായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ കേരളത്തിലടക്കമുള്ള വേറെയും സംസ്ഥാനങ്ങളിലൊക്കെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പെർട്ടിക്കുലർ സംസ്ഥാനത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ശക്തമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ
താല്പര്യമുണ്ടെങ്കിൽ. പിന്നെ ഇതര മതസ്ഥനായിട്ടുള്ള ആളെ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പല ആളുകളെയും ഈ ഭാരത് മാതാ കി ജയ് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജയ് ശ്രീരാം വിളിക്കാൻ വേണ്ടിയിട്ട് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ സിനിമയിലും അതേപോലെ ഒരു രംഗമുണ്ട്. നീ ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ട് മരിച്ചാൽ മതികളാ തീവ്രവാദി എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ നമ്മൾ ഇതുവരെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ള വളരെ മോശമായി നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുള്ള, മോശമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ വെള്ളപൂശി പോകുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. പൊളിറ്റിക്കലി വിയോജിപ്പുകളുള്ള കുറേ ലോജിക്കൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെ മുഴുവൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് കുറച്ച് ആക്ഷനും പരിപാടികളും ഒക്കെ കാണിച്ച് നമ്മളെ രോമാഞ്ചത്തിലൊക്കെ നിർത്തി ഇമോഷൻസ് ഒക്കെ കാണിച്ചിട്ട് പൊളിറ്റിക്കൽ പരാജയങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ നയങ്ങളെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് അണ്ണൻ അത് ചെയ്തത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ന്യായീകരണമാണ് മൊത്തം സിനിമ സംഭവിക്കുന്നത്. പക്ഷേ ആസ് എ മൂവി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങും അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് ഡയലോഗുകളും ആക്ച്വലി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കാനില്ല. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കാനില്ല. പക്ഷേ ആ രംഗങ്ങളൊക്കെ കൂടി ഇതിൻ്റെ ഡേ കൂടി കയറ്റിയിട്ട് അങ്ങനെ 4 മണിക്കൂർ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ കണ്ടിരിക്കാവുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല സൗണ്ടും നല്ല വിഷ്വൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു സ്ക്രീനിൽ കണ്ടിരിക്കാവുന്ന സിനിമാറ്റിക് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചില പരിപാടികളും കൂടിയുണ്ട്. ആ പരിപാടികളെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ പരിപാടികളെ കണ്ടില്ല എന്നടിച്ചാലും ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ അതൊക്കെ കാണുമ്പോഴേക്കും പിന്നെ എല്ലാം കൂടി വെച്ചിട്ട് മൂഡ് പോയി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം വർക്കാവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ കാണാവുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സിനിമാറ്റിക് എലമെൻസിനെ എൻജോയ് ചെയ്തു. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ചിലപ്പം എനിക്കിഷ്ടപ്പെട്ട അത്രയും പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരും. ഇതൊക്കെ സത്യമല്ലേ കാണിക്കുന്നത്, നിനക്ക് വിവരമില്ലേ, 1500 കോടി നേടി പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചില കമൻറ്റുകളൊക്കെ എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് സിനിമ ഓരോരുത്തർക്കും പല രീതിയിലാണ് എൻജോയ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.